ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിന് വരാൻ പോകുന്ന ഒരു അടിപൊളി ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അനു ആണെങ്കിൽ ഓരോരോ പണികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തമിഴിലെ പോലെ തന്നെയാണ് സെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തമിഴിലെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത്. തമിഴിൽ 2 എപ്പിസോഡ്, ഇവിടെ ഒരു എപ്പിസോഡായിട്ടാണ് കാണിക്കുന്നത്. ഇന്നലെ ആലോകിന്റെ തലയിലേക്ക് സാമ്പാർ ഇട്ട അനു ഇന്നാണെങ്കിൽ ചെയ്യുന്നത് നമ്മുടെ അച്യുതൻ നല്ല ഗംഭീര പണി കൊടുക്കുകയാണ്. അതായത് ബ്ലാക്ക് മണിയും വൈറ്റ് മണിയും കൂടി മിക്സ് ചെയ്ത് ഒരു സ്ഥലം മേടിക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പോകുന്ന സമയത്താണ് ഇതെല്ലാം തന്നെ സുകന്യ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അലോകും അതുപോലെ തന്നെ അച്യുതനും കൂടി പണമൊക്കെ പെട്ടിയിലടക്കി വെക്കുന്ന സമയത്താണ് സുകന്യ അയ്യോ ഇത് എന്തോരം പണമാ എന്ന് പറഞ്ഞ് കണ്ണിടുന്നത് കേട്ടോ. സുകന്യ അവിടെ നിന്ന് അപ്പുറത്തേക്ക് ദേവമംഗലത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ സുകന്യ അത് കണ്ടല്ലോ. പക്ഷെ ഇതെല്ലാം തന്നെ ഉള്ളിൽ നിന്ന് നമ്മുടെ അനു കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അനുക്ക് മനസ്സിലായി ഇത് ബ്ലാക്ക് മണിയും വൈറ്റ് മണിയും കൂടിയിട്ട് ഇവർ കള്ളക്കടത്ത് ചെയ്യാണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ അനു അത് വിജിലൻസിനെ വിളിച്ചു പറയണം. വിജിലൻസുകാർ വരുമ്പോഴേക്കും അച്യുതനും അലോകും വിചാരിക്കണത് അവരുടെ പൈസ മേടിക്കാൻ, സ്ഥലം മേടിക്കാൻ ആള് വന്നു എന്നാണ്. ആ പണം കൊടുക്കുമ്പോഴേക്കും വിജിലൻസ് പറയേണ്ടത് അതെ ഞങ്ങൾ വിജിലൻസുകാരാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങളുടെ ബ്ലാക്ക് മണിയും വൈറ്റ് മണിയൊക്കെ ഒരുമിച്ച് കള്ളക്കടത്ത് ചെയ്യണ ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ ഇതിപ്പോ തന്നെ സീൽ ചെയ്ത് കൊണ്ടു. അയ്യോ സാറേ ക്ഷമിക്കണം സാറേ, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല സാറേ, സാറിനോട് ഞങ്ങൾ 10 ലക്ഷം രൂപ തരാം സാറേ എന്ന് അച്യുതൻ പറയുമ്പോ നിർത്തടോ, അപ്പോ നിങ്ങൾ കൈക്കൂലി കൂടി ഓഫർ ചെയ്തു, അപ്പൊ ഇതിനെക്കുള്ള പണിയെ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിജിലൻസുകാരോട് സീലൊക്കെ വെച്ചിട്ട് പോവാട്ടെ. അച്യുതനും അലോക് ഈശ്വരൻ ഇപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ രണ്ടുപേരും 10-12 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ പണ്ട് അച്ഛനും മോനും ആകെ വിഷമിച്ചിരിക്കുകയാണ്. അനു ആണെങ്കിൽ വിഷമം നടിക്കാട്ടോ, ഈശ്വര എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം. അപ്പൊ ഇതെല്ലാം തന്നെ മീനാക്ഷി ജനലിൽ കൂടി കാണുന്നുണ്ട് കേട്ടോ. കൊള്ളാലോ, അവിടെ വിജിലൻസുകാർ വന്നു. ഇതുവരെ വിജിലൻസ് അവിടെ വന്നിട്ടേ ഇല്ല, പക്ഷെ ഇപ്പോ വിജിലൻസ് വന്നു. അപ്പൊ അതിനർത്ഥം എന്താണ്? അപ്പോ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അനുവിന്റെ പരിപാടിയായിരിക്കും. അങ്ങനെ അച്യുതനും അനന്തനും അലോകും തമ്മിൽ നടത്തിയിരുന്ന ആ ഒരു കള്ളക്കടത്ത് അനുവായിട്ട് തന്നെ ഇന്നൊരൊറ്റ ദിവസം കണ്ടിന് പൂട്ടി മിടുക്കി എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ മീനാക്ഷി. ശേഷം മീനാക്ഷി പുറത്തിറങ്ങിയ ശേഷം അനുവിന് ഫോൺ ചെയ്യാട്ടോ. ഹലോ അനു, പറയെടുത്തി. അവിടെ വിജിലൻസ് ഒക്കെ വന്നുവല്ലേ, ഞാൻ കണ്ടിരുന്നു, എന്താ മോൾ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഞാനേ നോക്കുമ്പോഴേക്കേ അവിടെ അച്യുതൻ മാമനുണ്ടല്ലോ, മാമനും അലോകും കൂടി പണമൊക്കെ ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ്. ആ സമയത്ത് കറക്റ്റ് സുകന്യ അടുത്ത് വന്നു. സുകന്യേച്ചി വന്നിട്ട് അയ്യോ ഇത് എന്തുമാത്രം പണമാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അച്യുതൻ മാമൻ പറഞ്ഞത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ, അത് ബ്ലാക്ക് മണി വൈറ്റ് മണിയാണെന്ന്. അതുകൊണ്ട് അവർക്കിട്ടൊരു പണി കൊടുക്കാൻ ചോദിച്ചു. ഞാൻ അവൾ ഒളിഞ്ഞു നിന്നതെല്ലാം കേട്ട കാര്യം അവരറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി. വിജിലൻസുകാർ വന്നപ്പോഴേക്കും അവർ കൈയോടെ പൊക്കുകയും ചെയ്തു. അത് മാത്രമല്ല അവർക്ക് കൈക്കൂലിയും ഓഫർ ചെയ്തിരിക്കുക. അച്ഛനും മോനും കൂടിയിട്ട് അവര് അതെല്ലാം കൂടെ കൈയോടെ പിടിച്ചു. പിന്നെ ഇവര് സംസാരിച്ചതൊക്കെ റെക്കോർഡും ചെയ്തിട്ടുണ്ടായിരുന്നു. മോളെ അടിപൊളി മോളെ, നീ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ കൃഷ്ണമംഗലം തലതിരിച്ചു വെച്ചല്ലോ. അതേ എടുത്തി എന്റെ അച്ഛനെയും അതുപോലെ തന്നെ ആങ്ങളമാരെയൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കുത്തി നോക്കില്ല ഇവരുടെ പണി. ഇന്നലെ അച്ഛന് മുമ്പിൽ അലോക് എന്നെ ഒരുപാട് അടിച്ചു. അയ്യോ അതെപ്പോ? അതൊക്കെ ഇന്നലെ ഉണ്ടായി എടുത്തി, വേറൊന്നിനല്ല. അലോകിന് ഒരു സന്തോഷം അച്ഛനെ വിഷമിപ്പിക്കണ കാണാൻ. അപ്പൊ അവന്റെ അച്ഛൻ വിഷമിക്കണത് അവനും കാണണ്ടേ, അതിനു വേണ്ട എടുത്തി ഞാൻ ഇതൊക്കെ ചെയ്തത്. കൊള്ളാം മോളെ, നന്നായി. അവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ നീ ഇതുപോലെ വിജിലൻസിനെയും അവൾ കള്ളക്കടത്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അറിയിക്കേണ്ടവർ അറിയിക്കണം. പിന്നെ ആ കുറ്റങ്ങളൊക്കെ ഇട്ടുവെക്കാൻ കറക്റ്റ് ആയിട്ട് അവിടെ ഒരു ദൃക്സാക്ഷി ഉണ്ടായല്ലോ. എടുത്തി ആരുടെ കാര്യമാണ് പറഞ്ഞത്? വേറെ ആരുടെ, നമ്മുടെ സുകന്യ എടുത്തിന്റെ കാര്യം. കഷ്ടം തോന്നും, നമ്മുടെ ധർമ്മമാമനെ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ടെങ്കിലും സുകന്യ അടുത്തേക്ക് ഒരു കൊട്ട് കെട്ടണം. വിജിലൻസുകാർക്ക് അവരുടെ കാര്യം പറയണ്ട, പക്ഷെ നീ പറയണം അച്യുതൻ അങ്കിളിനോടും അതുപോലെ തന്നെ അലോകിനോടും പറയണം, നിങ്ങൾ പണം ഉണ്ടെന്ന സമയത്ത് അവിടെ ആരെങ്കിലും വന്നിരുന്നോ, അവരാരെങ്കിലും ആയി കൊറ്റിയത് എന്നൊക്കെ വെറുതെ ഒരു ചൂണ്ടിട്ട് കൊടുക്ക്, ബാക്കി അവർ കൊത്തിയെടുത്തോളും എന്ന് മീനാക്ഷി പറയാണ്. ഇത് കേൾക്കണോ? അത് കൊള്ളാം, നല്ലൊരു ഐഡിയാണ്. സത്യം പറഞ്ഞാൽ എന്നെ പടുക്കുയിലേക്ക് വീഴ്ത്തേന സുകന്യേച്ചിക്കും നല്ലൊരു പങ്കുണ്ട്. അതുകൊണ്ട് സുകന്യേച്ചിന് നല്ലൊരു പണി കൊടുക്കാം എന്ന് അനുവും വിചാരിക്കാട്ടോ. അങ്ങനെ ഒന്നറിയത്തെ പോലെ നമ്മുടെ അനു അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അച്യുതനും അലോകും കൂടി താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കാട്ടോ. അനു പറയുന്നുണ്ട്, സോറി അങ്കിള്, ഞാൻ വന്ന് കയറിന്റെ അവലക്ഷണമായിട്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനെ മോൾ എന്ത് ചെയ്തു? അല്ല അങ്കിളെ, നിങ്ങൾ ഈ പണമൊക്കെ എണ്ണുന്ന സമയത്ത് അലോകേട്ടനും അതുപോലെ തന്നെ മാമനും മാത്രമല്ല ഇവിടെ ഉണ്ടായുള്ളൂ, വേറെ ആരെങ്കിലും പുറത്തുനിന്ന് കയറി വന്നിരുന്നോ? അല്ല നിങ്ങൾ പണം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ വിജിലൻസ് വന്നോണ്ട് ഞാൻ ചോദിച്ചതാ, വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു അങ്കിളെ? അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചിലപ്പോൾ ആരെങ്കിലും ഇത് കണ്ട് പറഞ്ഞു കൊടുത്തായിരിക്കും, ഒറ്റിക്കൊടുത്തായിരിക്കും. അവര് പറഞ്ഞു കേട്ടില്ലേ ഇൻഫർമേഷൻ കിട്ടിയെന്ന്, അതിനർത്ഥം എന്താ? ആരോ പറഞ്ഞു കൊടുത്തതല്ലേ. അങ്കിളൊന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് പോവാണ്. അലോക അച്ഛനും കൂടെ അതിനെക്കുറിച്ച് ആലോചിക്കാട്ടോ. അവള് പറഞ്ഞത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ പണം ഉള്ള സമയത്ത് കണ്ണ് വെച്ചിട്ട് ഒരുത്തി വന്നായിരുന്നല്ലോ ഇവിടേക്ക് എന്ന് അച്യുതൻ പറയാണ്.
സുകന്യേച്ചിയുടെ കാര്യമാണോ അച്ഛനീ പറയണത്? പിന്നെ ഏത് ചേച്ചിയുടെ കാര്യം? അവള് തന്നെയാ. അവളുടെ കണ്ണുവെക്കല് കണ്ടപ്പോഴെനിക്ക് തോന്നി എന്തുമാത്രം പണമാണെന്ന്. ബ്ലാക്ക് മണി ആയിട്ട് എത്ര, അപ്പൊ വൈറ്റ് മണി ആയിട്ട് എത്ര കാണും എന്നൊക്കെയല്ലേ അവള് ചോദിച്ചത്. ഇതിനെ കാരണക്കാരി അവള് തന്നെയാ നമ്മൾ ഒറ്റിയത്. സുകന്യേച്ച അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല അച്ഛാ. ആര് പറഞ്ഞ അങ്ങനെ ചെയ്യില്ലെന്ന്? അവളുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. അവളുടെ ആദ്യ വിവാഹം ഉണ്ടല്ലോ, പതുക്കെ പറയാം, അനു കേൾക്കണ്ട. അവളുടെ ആദ്യ വിവാഹം അവനേതോ പണച്ചാക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൾ വിവാഹം കഴിച്ചത്. എന്നിട്ട് അവന്റെ പണവും അവന് ഒരു വലിയൊരു കടക്കണിലേക്ക് ഇട്ടതിന് ശേഷമാണ് അവൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ നിന്ന് മാക്സിമം ഊറ്റാവണം അത്രേ അവൾ ഊറ്റി. പിന്നെ ദേവമംഗലത്ത് നിന്ന് അവൾക്ക് ഊറ്റാൻ പറ്റുന്നില്ലല്ലോ. കൃഷ്ണമംഗലത്താണെങ്കിൽ ഒരുപാട് പണം ഉണ്ട് താനും. അതുകൊണ്ട് അവൾ മനഃപൂർവ്വം ഇത് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയാണ്. അതെല്ലാം അനു ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടോ? കൊള്ളാം. അപ്പൊ സുകന്യേച്ചിനെ സംശയിച്ചു തുടങ്ങി. സുകന്യേച്ചിയുടെ തലയിൽ ഈ കുറ്റം ഇട്ടുവെക്കണം. അതിനിപ്പോ എന്താ ചെയ്യാന്ന് അനു ആലോചിക്കുകയാണ്. പിന്നീട് അനു പറയണ്ട കേട്ടോ നമ്മുടെ അച്യുതനോടും അലോകിനോടും, സുകന്യേച്ചി എന്തോ 10-20 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. എവിടെയോ സിറ്റിയിൽ എന്തോ സ്ഥലം മേടിക്കാൻ അഡ്വാൻസ് കൊടുക്കാന്നൊക്കെ പറയണ്ടായിരുന്നു. അവൾ അങ്ങനെ പറഞ്ഞോ? അതെ, അവളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടല്ലോ, അത് വിറ്റവൾക്ക് മേടിച്ചൂടെ? സ്വർണം വിൽക്കാനൊക്കെ സുകന്യേച്ചിക്ക് മടിയാണെന്ന്. ആരെങ്കിലൊക്കെ 20 ലക്ഷം രൂപ സഹായിക്കുകയാണെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് പിന്നെ ബാക്കി പിന്നെന്തോ കൊടുത്താൽ മതി തോന്നണം. 10-40 ലക്ഷം രൂപയുടെ സ്ഥലമാണ്, പകുതി പൈസയോളം കൊടുക്കണമെന്നാ പറഞ്ഞത്. അതിനുവേണ്ടി അലനെതിരെ നടക്കാണ്. കുറച്ച് സ്വർണ്ണമൊക്കെ വിറ്റ് അവർക്ക് കൊടുത്തായിരുന്നു. സുകന്യേച്ചിനെ സഹായിക്കാൻ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇന്നലെ എപ്പോ? ഇന്നലെ ഇവിടുന്ന് വന്ന് പോയില്ലേ? അതിനു മുമ്പ് എന്നെ കണ്ടിരുന്നു. അപ്പ എന്നോട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ വീട്ടിലുള്ള സമയത്ത് ധർമ്മമാമനോട് ഇതുപോലെ പറയണ കേട്ടു. പിന്നെ സുകന്യേച്ചിക്ക് എവിടെയൊക്കെ പുറത്തൊക്കെ പോകാൻ താല്പര്യമുണ്ട്. അപ്പൊ അതിനെ കുറെ ലക്ഷക്കണക്കിന് രൂപ വേണം, അതിന് ലക്ഷങ്ങൾ വേണമെന്നൊക്കെ ഇടക്കിടക്ക് പറഞ്ഞേ അവിടെ ഓരോരുത്തർ കുറ്റപ്പെടുത്താറൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനു അകത്ത് പോവാണ്. അലോകിനോട് അച്യുതൻ പറഞ്ഞ കേട്ടിലാണ് അവള് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം തന്നെ സുകന്യ തന്നെ ഇതിനെ കാരണം എന്നിങ്ങനെ പറയണം. ശേഷം സുകന്യനെ അച്യുതൻ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി പറയാട്ടോ. അങ്ങനെ സുകന്യ അവിടെ, എന്താ അച്യുതേട്ടാ, എന്തിനാ എന്നെ വിളിച്ചത്? നിനക്ക് ഒരു 20 ലക്ഷം രൂപ തരാനായിട്ട്. സത്യമാണോ? അതെ സത്യമാണ്. എടി നീയാണോടി ഇന്നലെ വിജിലൻസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്? ഞാനോ? ദേ അച്യുതേട്ടാ, വെറുതെ ഇല്ലാത്തത് പറയില്ലേട്ടോ. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. നേരത്തെ എന്ത് ചെയ്യാനോ? ഞങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് മണിയും വൈറ്റ് മണിയൊക്കെ ഉള്ള കാര്യം നിനക്ക് അറിയില്ലായിരുന്നല്ലോ. ഞങ്ങളുടെ അക്കൗണ്ട് പൈസയൊന്നും വീട്ടിൽ വെക്കുന്ന കാര്യം നിനക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നീ ഇന്നലെ അത് കണ്ടു. നീ കണ്ടുപോയിന് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിജിലൻസുകാരും വന്നു. അതിനർത്ഥം എന്താ? നീ തന്നെയാ അവരോട് പറഞ്ഞു കൊടുത്തത്. അയ്യോ എല്ലാ അച്യുതേട്ടാ എന്നൊക്കെ സുകന്യ പറഞ്ഞെങ്കിലും അച്യുതനും അലോകും സുകന്യനെ വിശ്വസിക്കൊന്നും ഇല്ല കേട്ടോ. എന്തായാലും സുകന്യക്കിട്ടാണ് നമ്മുടെ സുകന്യക്കും അച്യുതനും അലോകിട്ട് പണി കൊടുത്തോണ്ടേയിരിക്കുന്ന അനുവിനെയാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ ബാലന് സത്യങ്ങളൊക്കെ അറിയും. അതിപ്പോഴല്ല, ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നില്ലേ, അതിനൊരു 100 എപ്പിസോഡും കൂടി കഴിയണം. തമിഴിൽ 100 എപ്പിസോഡ് കൂടി കഴിഞ്ഞിട്ടാണ് ബാലന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇതിൽ ചിലപ്പോൾ ഒരു 10, 60, 70 എപ്പിസോഡ് മതിയായിരിക്കും. കാരണം അത്ര സ്പീഡിലാണ് മലയാളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു 3 എപ്പിസോഡാണ് ഇന്നൊരു ഒറ്റ എപ്പിസോഡായിട്ട് കാണിച്ചത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഭാഗം ഉടനെ സംഭവിക്കുന്ന ഭാഗം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.